നമസ്കാരം സർ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ 8ാം പ്രതിയും നടനുമായിട്ടുള്ള ദിലീപിന് കനത്ത തിരിച്ചടിയാവുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ടാണ് 1ാം പ്രതി പൾസർ സുനി കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തലുമായി നമ്മൾ വന്നത്. അപ്പോൾ ഈ ഒരു വിഷയം ഇപ്പോൾ എമ്പുരാൻ സിനിമയുമായി ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എമ്പുരാൻ കത്തി നിൽക്കുന്ന ഈ ഒരു സമയത്താണ് ഈ ഒരു വെളിപ്പെടുത്തലുമായി പൾസർ സുനി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് സർ? അഖിലെ, ഇതിനകത്ത് നമ്മൾ പ്രേക്ഷകരോട് പറയുന്ന കാര്യങ്ങൾ പ്രേക്ഷകർ കേൾക്കുക. നമ്മുടെ ഒരു നിഗമനമാണ് പറയാൻ പോകുന്നത്. പ്രേക്ഷകരത് കേട്ടിട്ട് അവരൊന്ന് വിലയിരുത്തട്ടെ. ഈ ഒരു വിഷയം ഇന്നലെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തി റിപ്പോർട്ടർ TV വെളിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിഷയമാണ്. എന്തോ വെളിയിൽ കൊണ്ടുവന്നത്? നടിയെ പീഡിപ്പിച്ച കേസിൽ പൾസർ സുനി കാശ് മേടിച്ചു പീഡിപ്പിച്ചു, 1.5 കോടി രൂപ മേടിച്ചു. ഇത് തന്നെയല്ലേ ഇത്രയും കാലത്തിനകത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നടിയെ പീഡിപ്പിച്ചത് ആരാ? പൾസർ സുനിയ. അതിന്റെ പുറകിൽ ആരാ? ദിലീപ. അതിന് കാശ് മുടക്കിയ ആരാ? ദിലീപ. ഈ രീതിയിലാണല്ലോ ഇവിടെ ആ കേസ്. അത്തരത്തിലൊരു പീഡനം ഉണ്ടായി, പീഡനം കോടതിയിൽ നിൽക്കുന്നു, കോടതി തീരുമാനിക്കാൻ നിൽക്കുമ്പോൾ ആ തീരുമാനം ഒന്നുമല്ലാതെ ഇവിടുത്തെ കോടതിക്ക് വെളിയിലുള്ള മാധ്യമങ്ങൾ അന്ന് തൊട്ടേ ദിലീപിനെ പ്രതിയാക്കി, അല്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാക്കി, അദ്ദേഹത്തിന് എതിരെ വരുന്ന കോടതിയിലെ പ്രസ്താവനകൾ പോലും അത് അങ്ങനെയല്ല, കോടതിയെ പോലും കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു അല്ലെങ്കിൽ മാധ്യമ അജണ്ടയായിരുന്നല്ലോ നമ്മൾ കണ്ടിരുന്നത്. എല്ലാവർക്കും സംശയം തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു മാധ്യമ അജണ്ട. അപ്പം ഈ വിഷയം ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് വരുന്നതിനകത്ത്, അല്ലെങ്കിൽ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനകത്ത്, അത് കൊണ്ടുവന്ന ചാനലിനകത്ത് ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ റിപ്പോർട്ടർ TVയെ നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നത്? ഏറ്റവും വലിയ ഫ്രോഡ് ആണല്ലോ ഈ പറയുന്ന പൾസർ സുനി. അവൻ ലോക ഫ്രോഡ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കുറ്റവാളി. അവൻ പറയുന്ന കാര്യം എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഈ റിപ്പോർട്ടർ TV എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അഖിലേ, പ്രേക്ഷകർ പറയട്ടെ. ഈ റിപ്പോർട്ടർ TV കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെ ഇതുപോലൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ, 24 മണിക്കൂർ ഞങ്ങൾ ഏറ്റവും വലിയൊരു വെളിപ്പെടുത്തൽ കൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് ഈ നാട്ടിലേക്ക് പടച്ചുവിട്ട ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നമ്മുടെ എല്ലാം സുരക്ഷ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷ പട്ടാളവും പോലീസും ഒക്കെ ആണല്ലോ. ആ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് ഏറ്റവും അറിയാവുന്ന നമ്മുടെ സുരക്ഷയെ, അല്ലെങ്കിൽ ഒരു ദിവസം അവധിയെടുത്താൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കള്ളനും കൊള്ളക്കാരനും എല്ലാം കൂടെ കയറി നമ്മുടെ വീടും മറ്റതും ഒക്കെ കൊള്ളയടിക്കും. ഈ പോലീസൊക്കെ വളരെ കൃത്യമായിട്ട് നിൽക്കുന്നവരാണല്ലോ. ഞാനും അഖിലയും ഉൾപ്പെടെയുള്ളെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ നമ്മൾ എത്ര പറയുമ്പോഴും അവരുടെ ഒരു ജോലി അവരെ ഭയക്കുന്നുണ്ട്. അതിനകത്ത് ഒരു മാന്യനായ ജോലി ചെയ്ത ഒരു DYSP, ഒരു SP, ഒരു അല്ലെങ്കിൽ CA വെച്ചിട്ട് ഒരു പെണ്ണിനെ കൊണ്ട് അവരെ പീഡിപ്പിച്ചു, പരാതി കൊടുക്കാൻ ചെന്നു, പീഡിപ്പിച്ചു, മാറി മാറി പീഡിപ്പിച്ചു എന്ന് ഈ ചാനൽ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്ന രീതിയിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നമ്മൾ കണ്ടതല്ലേ? അതും ഈ റിപ്പോർട്ടർ തന്നെയല്ലേ? ബാക്കിയുള്ള ചാനലുകൾ ഇതിനകത്തെ മത്സരം കൊണ്ടും, അല്ലെങ്കിൽ ചാനലുകൾ തമ്മിലുള്ള മത്സരം കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ വാർത്തയുടെ പുറകിൽ സത്യാവസ്ഥ ഇല്ലെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പോയപ്പോൾ ഇത് കൃത്യമായിട്ട് ആ സ്ത്രീയെ സ്വാധീനിച്ച് പണം കൊടുത്ത് മരം മുറി കേസിനകത്ത് കൃത്യമായ നിലപാടെടുത്ത ഉദ്യോഗസ്ഥന്മാരെ കുരുക്കുന്നതിന് വേണ്ടി ചെയ്തതാണെന്ന് 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞല്ലോ. അപ്പൊ ഇന്നലെ ഈ വിഷയം എന്ന് പറഞ്ഞാൽ, ഈ വിഷയത്തിനകത്ത് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടെന്ന് പറഞ്ഞാൽ അതവിടെ നിൽക്കട്ടെ. ഈ വിഷയം ഇന്നലെ പൾസർ സുനി എന്ന് പറഞ്ഞാൽ എനിക്ക് 1.5 കോടി രൂപ വളരെ കാലമായിട്ട് ഞാൻ ഈ വിഷയത്തിനകത്ത് ദിലീപ് പറഞ്ഞത് കൊണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ദിലീപിന്റെ ഫോളോ അപ്പ് ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തു, 80 ലക്ഷം രൂപ മേടിച്ചു, ബാക്കി 80 ലക്ഷം രൂപ തരാനുണ്ട്, ദിലീപിനെ തള്ളി പറയത്തില്ല, ദിലീപിനെ തള്ളി പറഞ്ഞാൽ എന്നെ കൊല്ലും തിന്നും എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഈ കേസ് ആദ്യമായിട്ട് പരിശോധിക്കുമ്പോൾ ഈ കേസിനകത്ത് ദിലീപിന്റെ പേര് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ദിലീപ് എങ്ങനെ അന്ന് ചോദ്യം ചെയ്യപ്പെട്ടെ? ദിലീപ് എങ്ങനെയാണ് അന്ന് ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു വിഷയം അറിയാം? ദിലീപിനെ അന്ന് അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ DGP ആയിട്ട് പെൻഷൻ പറ്റിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. ഒരു സ്ത്രീ, അവര് ഈ കേസിനകത്ത് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. അവര് വിളിച്ചിരുത്തി ദിലീപിനെ ചോദ്യം ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഉണ്ടായത്. ദിലീപ് എന്ന് പറയുന്ന മഹാനടൻ, ഇത്രയും സമ്പത്തുള്ളവൻ, അല്ലെങ്കിൽ സിനിമ ഒരു കാലത്ത് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സിനിമ മേഖല മൊത്തം, തിയേറ്റർ മേഖലയായാലും ഡിസ്ട്രിബ്യൂഷൻ മേഖലയായാലും നിർമ്മാണ മേഖലയായാലും എല്ലാ മേഖലയിലും കൈവച്ചിരുന്ന ഈ പവർ ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരാളെ ഒരു സുപ്രഭാതത്തിൽ ഒരു സ്ത്രീയെ ഈ പറഞ്ഞത് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു, തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു, അതിനകത്ത് MLA ഉണ്ടാകുന്നു. ഉടനെ തന്നെ എങ്ങനെ ഈ ദിലീപിന്റെ പേര് അതിനകത്ത് വരുന്നത്? ഒന്നുകിൽ പൾസർ സുനി അന്നും ഇന്നും പറയുന്നില്ല, ഇന്നലെ ഈ സ്റ്റിംഗ് ഓപ്പറേഷനകത്തും ഞാൻ ദിലീപിനെ തള്ളി പറയുന്നില്ലെന്നൊക്കെയാ പറഞ്ഞത്. അത് രഹസ്യമായിട്ട് പറയുന്നതുകൊണ്ടാണല്ലോ എൻ്റെ കയ്യില് മൊബൈൽ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ മറ്റേത് ഇരിപ്പുണ്ട്, മറിച്ച് ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു. മൊബൈൽ ഇരിപ്പുണ്ട്, ഇയാൾ കൊണ്ട് കൊടുക്കട്ടെ.
മൊബൈൽ ഇരിപ്പുണ്ടെങ്കിൽ അന്വേഷണ സംഘം പിടിക്കട്ടെ, അതിനകത്ത് ഈ പറയുന്നത് പോലെ തെളിവുകൾ ഉണ്ടെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് പിടിക്കട്ടെ. ഇതുവരെ അന്വേഷണ സംഘം അത് തിരക്കി നടക്കുകയായിരുന്നല്ലോ. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇതുപോലെ മാരകമായിട്ടുള്ള ഒരു കേസിനകത്ത് ഈ പറയുന്ന ദിലീപിനെ പെടുത്തുന്നതിന് വേണ്ടി അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ വളരെ ധൃതി പിടിച്ച് അല്ലെ വളരെ പ്ലാനിങ്ങോടുകൂടി അറസ്റ്റ് ചെയ്ത് അകത്തിട്ട്, അന്ന് ശ്രീലേഖ എന്ന് പറഞ്ഞ ആ ഒരു DGP ഉണ്ടായിരുന്നല്ലോ, അവർ പെൻഷൻ പറ്റി കഴിഞ്ഞ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ ജയിൽ വകുപ്പിന്റെ മേധാവിയായിട്ടാണ്, ശ്രീലേഖ എന്നാണ് തോന്നുന്നു അവരുടെ പേര്. അവർ ജയിലിൽ ചെന്നപ്പോൾ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആയിട്ട് കോടീശ്വരനായിട്ടുള്ള ദിലീപ് ഒരു മൂലയ്ക്ക് കിടന്ന് വിറയ്ക്കുന്നത് കണ്ടു. അന്നൊരു പക്ഷേ ദിലീപിനെ അവർ കണ്ടില്ലായിരുന്നെങ്കിൽ ദിലീപ് അവിടെ കിടന്ന് മരിച്ചു പോയേനെ. അതായത് ബാക്കി അവിടെ ലോകത്തെ ഏറ്റവും വലിയ കള്ളന്മാരും കൊള്ളക്കാരും പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ കിടക്കുന്ന ജയിൽ ദിലീപിനെ മാത്രം അവിടെ ഇട്ട് കൊല്ലുന്നതിന് വേണ്ടിയുള്ള ശ്രമം പോലും നടന്നു എന്നാണ് അന്ന് അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലായത്. അതായത് ഈ കേസിന്റെ പുറകിൽ ഈ പറയുന്നത് പോലെ ആരോ പ്രവർത്തിച്ചിരുന്നു അന്നും ഇന്നും. 6 മാസം കൊണ്ട് സുപ്രീം കോടതിയിൽ ഈ കേസ് തീർപ്പാക്കി കൊടുക്കണമെന്ന് പറഞ്ഞില്ല. കാരണം ഇത്തരത്തിലുള്ള കേസാ, പീഡിപ്പിച്ച കേസ് മുന്നോട്ട് കൊണ്ട് ഈ കേസ് തീർക്കാൻ സമ്മതിക്കുകയായിരുന്നു. അതിൽ ശ്രദ്ധിച്ചിട്ടില്ല. ഈ കേസ് എങ്ങനെയാലും കോടതി തീർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊരു ഹർജിയുമായിട്ട് താഴെ കോടതി വരും. ആ കോടതി അവിടുന്ന് തള്ളും, അവിടുന്ന് ഹൈക്കോടതി വരും, അവിടുന്ന് സുപ്രീം കോടതി വരും. അതായത് ഈ അതിജീവിത എന്ന് പറയുന്ന ആൾ ഈ കേസ് തീരാൻ സമ്മതിക്കത്തില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കേസിനകത്ത് ദിലീപിനെതിരെ തെളിവില്ല. ആ പല വക്കീലന്മാരും കുറച്ചവരും ഒക്കെ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരും നിയമവിദഗ്ധരും ഒക്കെ പിന്നെ ഈ കേസിനെ പറ്റി ഇതുവരെയുള്ള കാര്യങ്ങളെ പഠനത്തെ പറ്റിയൊക്കെ നോക്കുമ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള മൊബൈൽ ഇവരെ കിട്ടിയിട്ടില്ലെങ്കിലേ, അല്ലെങ്കിൽ അതിന്റെ തെളിവുകളില്ല, ഇയാളുടെ പേരിൽ വ്യക്തമായ തെളിവുകളില്ല. ഇത്രയും രീതിയിൽ അന്വേഷിക്കണം. ദിലീപിനെതിരെ ഒരു വലിയൊരു വിങ് വെളിയിൽ നിൽക്കുമ്പോഴും ദിലീപിനെതിരെ തെളിവ് ശേഖരിക്കാൻ പറ്റുന്നില്ല. ആ തെളിവ് ശേഖരിക്കാൻ പറ്റാത്തപ്പോഴാണ് ഇന്നലെ റിപ്പോർട്ടർ TV കൊണ്ടുവന്ന് തെളിവ് ശേഖരിച്ചുകൊണ്ട് വന്നു. ആ തെളിവ് കൊണ്ട് കൊടുക്കട്ടെ. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വിഷയം, ഈ പെൺകുട്ടിയോട് ചെയ്ത ക്രൂരത ആരായാലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. ന്യായീകരിക്കുന്ന വിഷയമില്ല. ദിലീപ് ആണെങ്കിൽ ദിലീപ് അകത്ത് കിടക്കണം. അതിനകത്തൊരു ആ പെൺകുട്ടിയോട് കാണിച്ച ക്രൂരതയ്ക്ക് ഒരു ന്യായീകരണവും നമുക്കില്ല. പക്ഷെ ആ പെൺകുട്ടിയോട് കാണിച്ച ക്രൂരത, ഇവൻ കാണിച്ച തോന്നിവാസം, ഇവൻ ആരുടെയും കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ദിലീപ് ഇതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ആദ്യം തൊട്ടേ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവനെ പിടിച്ചപ്പോൾ ഇതിനകത്ത് ഇവന്റെ കൂടെ ഒരു വലിയൊരു പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ വലിയൊരു മനുഷ്യൻ, പലർക്കും ത്രട്ടായിട്ട് നിൽക്കുന്ന ഒരാൾ, ഒരു വലിയൊരു ഫീൽഡ് ഒരാളുടെ കയ്യിൽ മാത്രം വരുന്ന ഒരു അവസ്ഥ, ഏതൊരവസരത്തിലും അയാളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് പൾസർ സുനി ചെന്ന് വീണു കൊടുത്തതാണോ നിന്നു കൊടുത്തതാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്ക് അതിന്റെ കേസിന്റെ അന്വേഷണം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനം ഇപ്പൊ ഈ വെളിപ്പെടുത്തൽ വന്ന സമയം എന്ന് പറഞ്ഞാൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കത്തി നിൽക്കുന്ന വിവാദം ആരും പറയാതിരുന്നിട്ട് പോലും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നടന്മാർ, ഒന്ന് മോഹൻലാൽ, അതിനപ്പുറം പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇമേജ് മൊത്തം പോകുന്ന രീതിയിലേക്കും, അല്ലെങ്കിൽ നാളെ കാലത്തെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആളിന്റെ എമ്പുരാൻ ഒരുപക്ഷെ വിജയിക്കോ പരാജയപ്പെടും എനിക്കറിയത്തില്ല. എന്റെ സാമ്പത്തികമായിട്ട് ഞാൻ പഠിച്ചിടത്തോളം എമ്പുരാൻ സാമ്പത്തികമായിട്ടും പരാജയപ്പെടും. പക്ഷെ നാളെ കാലത്തെ അഖിലേക്കറിയാവോ, എഴുതി വെച്ചോ, പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ സിനിമയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിരിക്കും. പൃഥ്വിരാജിനെ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞു കേരളം. പൃഥ്വിരാജിനെ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞു ചില പ്രത്യേക ആൾക്കാർ. പൃഥ്വിരാജ് നാളെ കാലത്ത് ഇനി എത്ര സിനിമയിൽ അഭിനയിച്ചാലും, എത്ര വലിയ കളത്തിൽ അഭിനയിച്ചാലും, നിറഞ്ഞാടിയാലും പഴയതുപോലെ പൃഥ്വിരാജിനെ അംഗീകരിച്ചു പോകുന്ന ഒരു അവസ്ഥയില്ല. കാരണം പൃഥ്വിരാജിന്റെ ചെയ്തികൾ എമ്പുരാനിൽ കൂടി വളരെ കൃത്യമായിട്ട് വെളിയിൽ വരുന്ന ഒരു അവസ്ഥയുണ്ടായി. അതായത് പൃഥ്വിരാജ് ആരുടെയൊക്കെയോ ആളാണ്. അതായത് സിനിമാ മേഖലയിലെ ഈ പറയുന്ന മട്ടാഞ്ചേരി മാഫിയയും, വ്യക്തത വരുത്തി പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗമാണ്. ഇതുവരെ അദ്ദേഹം അഭിനയിച്ച പടങ്ങൾ എടുത്ത ആൾക്കാർ വെളിയിൽ കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, അദ്ദേഹത്തിന്റെ ഹാഷ്ടാഗുകൾ, അദ്ദേഹം ആർക്ക് വേണ്ടി സംസാരിക്കുന്നു, ലക്ഷദ്വീപിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇന്ത്യ മഹാരാജ്യത്ത് പല കാര്യങ്ങളും പൃഥ്വിരാജ് അഭിപ്രായം പറയണമെങ്കിൽ അത് ഇസ്ലാമിസ്റ്റുകളുടെ അഭിപ്രായമായിരിക്കണം, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ അഭിപ്രായമായിരിക്കണം. അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള സിനിമ പോലുമാണ് കോടാനുകോടി രൂപ മുടക്കി ഇത്രയും റിസ്ക് എടുത്ത് കേരള ഭാഷയിൽ നിർമ്മിച്ച എന്നുള്ള രീതിയിൽ ഇപ്പൊ വരുന്നേ. അപ്പം എമ്പുരാൻ എന്ന് പറയുന്ന ആ വലിയ വലിപ്പത്തിലുള്ള വിഷയം ഒരു പക്ഷേ സൂപ്പർ സ്റ്റാർ ആവാൻ നാളെ ആഗ്രഹിക്കുന്ന പൃഥ്വിരാജിനും, അല്ലെങ്കിൽ ഈ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന മോഹൻലാലിനും ഒക്കെ അവരുടെ കരിയറിന്, അല്ലെങ്കിൽ നാളെ കാലത്ത് അവർക്ക് കരിയർ ഉണ്ടോ എന്ന് പോലും പരിശോധിക്കേണ്ട രീതിയിലേക്ക് വന്നപ്പോൾ ആ വിഷയം ഇനിയും മീഡിയയിൽ കത്തി നിൽക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ഒരു ക്രിമിനലിനെ കൊണ്ട്
ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ഒരു വിഷയം വീണ്ടും ലൈം ലൈറ്റിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ പവർ ഗ്രൂപ്പ്, അതായത് സിനിമയിലെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന പവർ ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്തതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനകത്ത് അഖില മനസ്സിലാക്കേണ്ടത്, ഇന്നലെ ഇത് മാധ്യമങ്ങളൊന്നും വലുതായിട്ട് ഏറ്റെടുത്തിട്ടില്ല, ഇന്ന് ആൾക്കാരും ഏറ്റെടുത്തിട്ടില്ല. ഈ വിഷയം അവർ വിചാരിച്ചതുപോലെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പം ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ആ വാർത്തയുടെ പുറകിൽ നിന്നില്ലെങ്കിൽ എത്ര വലിയ വാർത്തയായാലും 24 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത വാർത്ത വരുമ്പോൾ ആ വാർത്ത താഴെ പോകും. അപ്പം ഈ എമ്പുരാൻ എന്ന് പറയുന്ന വാർത്ത മറ്റൊരു വാർത്ത ഇല്ലാതെ ഇങ്ങനെ നിന്ന് ലൈം ലൈറ്റിൽ നിന്ന് ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ട് പോകും. ഓരോ ദിവസം കഴിയുന്തോറും ഈ ചർച്ച മോഹൻലാലിനാകട്ടെ, മുരളി ഗോപിക്കാകട്ടെ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൃഥ്വിരാജിനാവട്ടെ ദോഷം ചെയ്യുന്ന ഒരവസ്ഥ. ഒരു സിനിമ പൃഥ്വിരാജിന്റെ കുടുംബത്തിലേക്ക് ചെല്ലുന്ന ഒരവസ്ഥ, പൃഥ്വിരാജിന്റെ ഭാര്യയിലേക്ക് ചെല്ലുന്ന ഒരവസ്ഥ, പൃഥ്വിരാജിന്റെ അമ്മയിലേക്ക് ചെല്ലുന്ന ഒരവസ്ഥ, ഏത് രീതിയിൽ വന്നാലും പൃഥ്വിരാജിന് ദോഷം ചെയ്യുന്ന ഒരവസ്ഥ. അത് മറച്ചു പിടിക്കുന്നതിന് വേണ്ടി നേരത്തെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടർ TV നടത്തിയ ഒരു ത്യാഗം നിങ്ങളൊക്കെ പുറകോട്ട് പോയി ഫയലുകൾ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോഴും അതേ ത്യാഗം തന്നെയാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. സ്റ്റിംഗ് ഓപ്പറേഷൻ തന്നെ വ്യാജമാണ് എന്നുള്ള രീതിയിലേക്കുള്ള പറച്ചിൽ വന്നിട്ടുണ്ട്. ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ, ഈ പൾസർ സുനി പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ, സത്യമാണോ അസത്യമാണോ എന്നൊക്കെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും കോടതിയും തീരുമാനിക്കൽ. പക്ഷെ സത്യമാണെങ്കിൽ ആ പെൺകുട്ടിയോട് ചെയ്ത ക്രൂരത ഈ പറയുന്ന ദിലീപാണ് ഓപ്പറേറ്റ് ചെയ്തതെങ്കിൽ, അങ്ങനെ പൾസർ സുനി ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ട് പൈസയ്ക്കാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതൊരിക്കലും മാർപ്പ് അർഹിക്കുന്നതല്ല. അല്ലാതെ ഈ പൾസർ സുനി ചെയ്ത വിഷയം ദിലീപിന്റെ പുറത്ത് വെച്ച് കെട്ടി വേറെ പല ആൾക്കാർക്കും ഈ മേഖലയിൽ നിന്ന് ദിലീപിനെ മാറ്റി അല്ലെങ്കിൽ അയാളുടെ കുടുംബം ഇല്ലാതാക്കി വരുന്നതിന് വേണ്ടിയാണെങ്കിൽ അതും ശരിയല്ല. ശരിയായ ഒരു അന്വേഷണം തന്നെ ഇതിന്റെ പുറകിൽ ഉണ്ടാകണം. ഏതായാലും ശരിയായ അന്വേഷണം ഒന്നുമല്ല നമ്മൾ പരിശോധിക്കുമ്പോൾ ദിലീപിന്റെ വിഷയത്തിലും അല്ലെങ്കിൽ ഈ നടിയുടെ വിഷയത്തിലും ആദ്യം തൊട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. കോടതിയിൽ ഈ വിഷയം എത്രയും പെട്ടെന്ന് തീരാൻ പോകുമ്പോഴും ദിലീപിന് ദോഷമായിട്ട് വരത്തില്ല എന്ന് കണ്ടുകൊണ്ട് കോടതിയിൽ ആ കേസ് അല്ലെങ്കിൽ ആ കേസ് തീരണ്ട, തുടർന്നു കൊണ്ടുപോട്ടെ, ചർച്ച ചെയ്ത് പോട്ടെ എന്നുള്ള തീരുമാനം ആരൊക്കെയോ എടുക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അതേ തോന്നൽ തന്നെയാണ് എമ്പുരാൻ വിഷയം കത്തി നിന്നപ്പോൾ പുതിയൊരു വാർത്ത, അത് ദിലീപിന്റെ വാർത്ത കൊണ്ടുവന്നിട്ട് ആ വിഷയത്തെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ശ്രമം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ വെളിയിൽ വരട്ടെ. നമ്മൾ പറയുന്നത് ഇതിന്റെ പുറകിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. അത് ദിലീപിനെതിരെയുള്ള ഗ്രൂപ്പാണ്, എമ്പുരാനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്, യാതൊരു സംശയവുമില്ല. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.